എല്ലാവർക്കും നമസ്കാരം. അന്ന് ഹയർ റേറ്റ് ഓഫ് ടി ഡി എസ് നോൺ റെസിഡന്റ് ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് ലോവർ റേറ്റ് ഓഫ് ടി ഡി എസിലേക്ക് എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ നോർമൽ റേറ്റ് ഓഫ് ടി ഡി എസിലേക്ക് എത്തിക്കുവാനായിട്ട് ഡീംഡ് റെസിഡന്റിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇവിടെ ആ ഡീംഡ് റെസിഡന്റ് ആയില്ല നമ്മൾ നോൺ റെസിഡന്റ് എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ റെസിഡൻസിൽ നിന്ന് തന്നെയാണ് ഡിഡക്ട് ചെയ്യുന്നത്, ആ സമയത്ത് ഉണ്ടാകുന്നതായ ഹയർ റേറ്റ് ഓഫ് ടി ഡി എസിനെ കുറഞ്ഞ ടി ഡി എസ് റേറ്റിലേക്ക് എത്തിക്കുന്നതിനായിട്ടുണ്ടാകുന്നതായ ചില പ്രൊവിഷൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. സെക്ഷൻ 197 ഓഫ് 1961 ആക്ട്, പുതിയ ആക്ടിൽ 395 സെക്ഷനിലാണ് നിൽ റേറ്റ് അല്ലെങ്കിൽ ലോവർ റേറ്റ് ഓഫ് ഡിഡക്ഷൻ ഓഫ് ടി ഡി എസിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നത്. സെക്ഷൻ 197 അല്ലെങ്കിൽ 395 ഫോം നമ്പർ 13 പഴയ ആക്ട് പ്രകാരം സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുതിയ ആക്ട് പ്രകാരം ആ ഫോം നമ്പറിന് 128 എന്നാണ് പറയുന്നത്. ഈ ഫോം 13 ഫോം 128 അസസിംഗ് ഓഫീസർക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ ഹയർ റേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന 10% നമ്മൾ ഈ നോൺ റെസിഡന്റ് ആവുന്നതായ സെല്ലറുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ പ്രോപ്പർട്ടിയുടെ കൺസിഡറേഷൻ്റെ 12% തുടങ്ങിയ ഡിഡക്ഷന് പകരം ഈ പറയുന്ന പ്രോപ്പർട്ടി 1 കോടി രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 1 കോടി രൂപയുടെ 12% 12,50,000 പകരം ആ 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഉദാഹരണത്തിന് 90 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയതെന്നുണ്ടെങ്കിൽ ഗെയിൻ ആവുന്ന 10 ലക്ഷത്തിൻ്റെ മാത്രം 12%, അതായത് 12,50,000 ടി ഡി എസിന് പകരം 1,25,000 രൂപ പ്ലസ് സെസ് മാത്രം ടി ഡി എസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ ഫോം നമ്പർ 13 അല്ലെങ്കിൽ പുതിയ ഫോം 128 ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്തിക്കുവാനായിട്ട് പറ്റും. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ വരുമാനം അത് ഈ പറയുന്ന രീതിയിൽ പണ്ട് 1961 ആക്ടിൽ എല്ലാ സെക്ഷൻസിലും ഈ പറയുന്ന ഫോം 13 അപ്ലിക്കബിൾ ആയിരുന്നില്ല. എന്നാൽ പുതിയ പ്രൊവിഷൻസ്, പുതിയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏത് തരം വരുമാനത്തിനും, റെസിഡന്റ് ആയിക്കോട്ടെ നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, ഏത് തരം വരുമാനത്തിനും ഉണ്ടാവുന്ന ടി ഡി എസ് ഡിഡക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന റേറ്റുകൾ കുറയ്ക്കുന്നതിനായിട്ട് ഈ പറയുന്ന ഫോം നമ്പർ 128 ഓൺലൈനായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. തദ്വാര ഹയർ റേറ്റ് ഓഫ് ടി ഡി എസിന് പകരം ലോവർ അല്ലെങ്കിൽ നിൽ റേറ്റ് ഓഫ് ടി ഡി എസിലേക്ക് അസസിംഗ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് എത്തിക്കുവാനായിട്ട് സാധിക്കും. നോൺ റെസിഡന്റിന്റെ ഹയർ റേറ്റ് എന്നുള്ളതിനേക്കാൾ ഏതെങ്കിലും എക്സംഷൻ ഇൻകം ഉണ്ടാവുന്നതായിട്ടുണ്ടാവുന്ന എൻറ്റിറ്റീസ് ആണ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്നതായ ഫോം നമ്പർ 128 അപ്ലിക്കബിലിറ്റി എടുക്കാവുന്നതാണ്. അല്ല, നമ്മളൊരു പ്രൊഫഷണൽ ഇൻകം വാങ്ങുന്ന ഒരാളാണ്, ആ ഇൻകം എല്ലാം കൂടെ ചേർന്ന് ബിലോ ടാക്സബിൾ ലിമിറ്റിനേക്കാൾ താഴെയാണ് വരുന്നത്, ആ ആൾക്കാർക്കും ഈ പറയുന്നതായിട്ടുണ്ടാവുന്ന പ്രൊവിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.